മന്നത്തിൻ്റെ ഒരു ടൂർ നടത്താൻ നമുക്ക് 4-5 ഫോർച്യൂണർ രാത്രിത്തെ പരിപാടിക്ക് വേണ്ടി വന്ന് ഇറങ്ങുന്ന ടീമാണ്. ഒരു അടുത്ത ഫാൻസ് ടീം തിരക്ക് എല്ലാവരും പലായനം ചെയ്യുകയാണ്. കാരണം എന്ത് തേങ്ങക്കാണെന്ന് അറിയില്ല. അവിടെ കാണുന്ന തറ്റ വരെ ജനാണ് കാണുന്നത്. ഒക്കെ ജനം മിക്കവാറും ഇപ്പോൾ വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. പോലീസൊക്കെ മാറി പട്ടാളായി ഇപ്പോൾ. കുറച്ച് 5 മണിക്ക് പറയാൻ ട്രൈ ചെയ്തു. ഗേറ്റ് ഒന്ന് തുറന്നിട്ടേക്കാൻ വേണ്ടി കാത്തിരിക്കാണ് അവിടെ ആൾക്കാർ. ബോംബെ മറൈൻ ഡ്രൈവിലെത്തി. അങ്ങനെ മറൈൻ ഡ്രൈവ് തോജ് ഹോട്ടൽ. കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു മന്നത്തിന് മുന്നിൽ പോകണം, മന്നത്തിൻ്റെ മുന്നിൽ പോകണം. അപ്പം ഇന്നതങ്ങ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. നല്ല തിരക്കുണ്ടാവും, നല്ല ജനയിക്കും എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത്രയൊക്കെ ആൾക്കാരുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. സമയം എന്താ, വെറും 10 മണിയാവുന്നേ ഉള്ളൂ. 10 മണിയായപ്പോഴത്തിന് ഇവിടെയുള്ള തിരക്ക് കാണിച്ചതാണ്. ഇതാണ് കഴിച്ചത്. അതായത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആരെ പറയുന്നുള്ളത്. നവംബർ 2 ഇവിടെ മന്നത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഷാറുഖ് ഖാനെ കാണാനുള്ളത് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇൻഷാല്ലാ 2024 നവംബർ 2 നമ്മളിതാ 1-ാം തീയതി വന്ന് നിൽക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്കാണ് പരിപാടി. നവംബർ 2 ഇവിടെ രാജാ ഈ കടണ്ടോ, ഇതിനെ മേലെ ഷാറുഖ് ഖാൻ വന്ന് നിൽക്കും. അതിന് വേണ്ടി വന്ന് നിൽക്കുക. 12 മണിക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് 11:40 ആയപ്പോഴത്തേന് വന്ന് നിൽക്കുന്ന ജനാണ്, വന്ന് കൂടിക്കുന്ന ജനാണ്. അതൊരു 100 ആളെങ്കിലും ഉണ്ടാവും താഴെയും പടയ്ക്കാൻ. ഇന്ന് രാത്രി 12 മണിക്ക് ഉള്ള പരിപാടിക്ക് ഓരേ കുറ്റം പറയാൻ പറ്റില്ല. ഞാനില്ലാതെ സുബീഖന്നെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, പൊൽച്ചക്കന്നെ വന്ന് നിൽക്കുന്നതാണ്. കണ്ടില്ലേ തിരക്കുണ്ടോ അവിടെ. ഇതാ ഇപ്പോൾ അയക്കുള്ളൂ. ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ ഇതാ ഏകദേശം ഈ ഒരു വീഡിയോ മൊത്തം കംപ്ലീറ്റ് ഫുള്ളാവാനുള്ള ചാൻസ്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് മന്നത്ത് പുറത്തുനിന്ന് ഒരു മന്നത്തിൻ്റെ ഒരു ടൂർ നടത്താൻ നമുക്ക് പുറത്തുനിന്ന് കാണിച്ചാൽ. ഇതാണ് ഷാറുഖ് ഖാൻ്റെ മന്നത്ത്. ഈ കാണുന്നതൊക്കെ ഷാറുഖ് ഖാൻ്റെ മന്നത്തിൻ്റെ ബാരിക്കേഡൊക്കെയാണ് ഈ കാണുന്നത്. ഷാറുഖ് ഖാൻ്റെ എസ്കോട്ട് വണ്ടി. ഒരു ഫോർച്യൂണർ, അതെ 2 അടുത്ത ഫോർച്യൂണർ. ഇതിൻ്റെ ഇടയിൽ രാവിലെ വന്നപ്പോൾ ഒന്നുണ്ടായിരുന്നു, അതിപ്പോൾ കാണാനല്ല. പിന്നെ അത് അവിടെ ഒന്ന്, പിന്നെ ഒന്ന്, 4-5 ഫോർച്യൂണർ ഒക്കെ ഷാറുഖ് ഖാൻ്റെ ഗേറ്റാണ്. അതിലാണ് ഈ വരുന്നത്. ഇതിങ്ങനെ ഇറങ്ങി ചെന്നിട്ട് ആ കാണുന്നുണ്ടോ, നേരെ കാണുന്ന അങ്ങ് ആ കാണുന്നത് ബീച്ചാണ്. നമുക്ക് ഇനി ബീച്ചിൽ പോയി നോക്കാം. നേരെ അങ്ങ് ഇറങ്ങി ചെന്നാൽ എന്താ സുഖം. ബസ്സിൽ വന്ന് ഇറങ്ങുന്നുണ്ടോ? ഇവിടെ പ്രോഗ്രാം രാത്രിത്തെ പരിപാടിക്ക് വേണ്ടി വന്ന് ഇറങ്ങുന്ന ടീമാണ്. ഒരു ബസ് നിറച്ചതാണ്. രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതിന് ഫ്രണ്ടിൽ ബാനറൊക്കെ പിടിച്ചിട്ട് വേറെ ഷോയിന്നു. കൊൽക്കത്തയിൽ നിന്ന് ഫാൻസ് ടീം, അവിടുന്ന് ഫാൻസ് ടീം. എന്താ അല്ലേ, അയൽവാസി സ്പോട്ടഡ് ഗൈസ്. ഷാറുഖ് ഖാൻ്റെ അയൽവാസിനെ പൊക്കി. അടുത്ത ഫാൻസ് ടീം ഏതാ ഫാൻസ് ടീം നോക്കാം. ഇപ്പോൾ പോസ്റ്റർ ഇപ്പോൾ ഓപ്പൺ ചെയ്യും. പോസ്റ്റർ റിവീലിങ്. അടുത്ത ഫാൻസ് ടീം
മോനെ മൈൻഡ് സെറ്റ്. ഇതിൻ്റെ ഇടയിൽ കൂടി ബിസിനസ് നടത്തുന്ന ടീമുണ്ടല്ലേ, ഇവരൊക്കെയാണ് മുതൽ ടീം. ഓരോ സ്ഥലം കണ്ടറിഞ്ഞ് വന്ന് ബിസിനസ് നടത്തുന്ന ടീമുണ്ടല്ലേ. വെള്ളം വെക്കുന്നത്, ഫുഡ്, വടാപ്പ, സമൂസ. തിരക്ക് നോക്കും മക്കളെ, തിരക്ക്. വീട്ടിലെ സൺസെറ്റ് നോക്കിയാൽ ടൈമുണ്ടോ മക്കളെ? 5 മണി, 5:05 വൈകുന്നേരം ആയപ്പോൾ നോക്കിയാൽ തിരക്ക് നോക്കിയാൽ കംപ്ലീറ്റ് ആൾക്കാരെ കംപ്ലീറ്റ് അവിടെ നിന്ന് ഒഴിപ്പിച്ചു. മന്നത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും ഒഴിപ്പിച്ചിട്ട് എല്ലാവരും ഇതാ ബീച്ചിൻ്റെ മതിലുണ്ടോ, മതിലിൻ്റെ അപ്പുറത്ത് നിർത്തിയിരിക്കുകയാണ് എല്ലാവരും. കുറച്ച് ബീച്ചിലാണ് എല്ലാവരും. കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു, എൻട്രി മൊത്തം ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇരക്ക് നോക്കും തിരക്ക് കംപ്ലീറ്റ് ജനം. പലായനം ഗൈസ്, പലായനം. എല്ലാവരും പലായനം ചെയ്യാണ്, തല്ലി ഓടിക്കുകയാണ്, ഓടിക്കുകയാണ് എല്ലാവരെയും ഓടിക്കുകയാണ്. എവിടെ ഉണ്ടായിരുന്ന യാന, മന്നത്തിന് മുന്നിൽ നിന്ന യാന കണ്ടില്ലേ, ഫുള്ള് ഓടിച്ചിപ്പോൾ എവിടെ എത്തിയോ. നടക്കന്നെ മക്കളെ, നടക്കന്നെ 1-2 കിലോമീറ്റർ അവിടെ നിന്ന് ഇവിടം വരെ നടത്തിച്ച്. കഥയാണ് കഥ. പോലീസ് ആദ്യം മര്യാദക്ക് ഇവിടെ പിടിച്ച് നിർത്തിയതായിരുന്നു അതിൻ്റെ മുന്നിൽ, അതിലൂപാന്തറിൻ്റെ മുന്നിൽ. മര്യാദക്ക് ഇവിടെ നിന്നാൽ മതി, നടത്തി ആൾക്കാർ ഇവിടെ തന്നെ എത്തി. മക്കളെ ബ്ലോക്ക് മൊത്തം ബോംബെ കംപ്ലീറ്റ് ബ്ലോക്ക്. ബാന്ദ്രയിൽ അനങ്ങാത്തല്ല. വണ്ടി നോക്കും മോനെ. നട തുറന്നൊന്ന് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞാൽ ഗേറ്റ് ഒന്ന് തുറന്നിട്ടെങ്കിൽ വേണ്ടി കാത്തിരിക്കണം അവിടെ ആൾക്കാർ. അതേ ഇഷ്ടം. ആ പോണ് മക്കളെ, അതാ പോണ്. Day 2 ഇതേ സെയിം അവസ്ഥ. ഇന്നലെ രാത്രി 2-3 മണി 2:30ക്കാണ് ഇവിടുന്ന് പോയത്. 2:30-2:45 വരെ ഇവിടെ ഇരുന്നു. കാണാൻ പറ്റിയില്ല ഗൈസ്, തിരിച്ചു പോകാൻ പറഞ്ഞു. കഥയാണ്. പോലീസ് അടിച്ചോടിച്ച് വന്നത്തിൻ്റെ അടുത്ത് പോലും വിടുന്നില്ല. 1 കിലോമീറ്റർ ഇപ്പുറത്ത് ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഫുള്ള് പൂട്ടിയിരിക്കുകയാണ്. കാണാം, ഇപ്പോഴും ഇവിടെ നിറച്ചും ജനാണ്. കണ്ടില്ലേ, എല്ലാം ഫുള്ള് തന്നെ അവസ്ഥ. പൂട്ടിയിട്ടുകയാണ്, കയറാൻ കഴിയില്ല. രാത്രി വെച്ച് അടിക്കുന്ന സീനാണ്. കാണാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇപ്പോൾ സമയം 11 മണി. വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് വരേണ്ടതാണ്. അവിടെ നിന്നും എടുത്ത് നേരെ ദിൽവാലയാണോ പോവാണ്, മറാത്ത മന്ദിറിലേക്ക്.
ദിവസം 4 മണിയായപ്പോഴത്തേനുള്ള തിരക്കാണിത്. അവിടെ കാണുന്ന അറ്റം വരെ ജനാണ് കാണുന്നത്. ഒക്കെ ജനം, ചില്ലറ തിരക്കൊന്നല്ല, ഫുള്ള് ഇന്നലത്തേനെക്കാട്ടും ആൾ, ഫുൾ ജനം. ഷാറുഖ് ഖാനെ കാണാൻ വേണ്ടി ആൾക്കാരും വഴിയൊക്കെ ഒഴിവാക്കി കടലിലൂടെ ഇറങ്ങിയാണ്. അതാ ആ പോകുന്നതാണ് വഴി, ആ കാണുന്നതാണ് വഴി. പോലീസുകാരെ മറികടന്നതാണ്, കടലിലൂടെ ഇറങ്ങിയ ആൾക്കാർ. ഇതൊക്കെയാണ് മക്കളെ യാത്ര. കണ്ടുപോയി കടൽ രാത്രി ഇവിടേക്ക് കടൽ വെള്ളം കയറും. കടലിനുള്ളിൽ ഇറങ്ങി നടക്കാൻ, കടലിൻ്റെ ഉള്ളിൽ ഇറങ്ങി നടക്കും. ഇതൊക്കെയാണ് യാത്ര. കംപ്ലീറ്റ് ആൾക്കാരുണ്ട് തന്നെ നടക്കുന്നത്. ഫുള്ളുണ്ടോ ഇതിലൊക്കെ ആൾക്കാരാണ്. ഷാറുഖ് ഖാനെ കാണാൻ വന്നതിൻ്റെ തിരക്ക് കാണണമെങ്കിൽ നോക്കിയൊക്കെ ഒന്ന് എന്താണ് തിരക്ക്, എന്താ ജനന്ന്. ഷാറുഖ് ഖാൻ എന്ത് തേങ്ങക്കാണെന്ന് അറിയില്ല ഞാനടക്കം. പക്ഷെ നോക്കിയ എന്താ ജനം കാണുന്നുണ്ടോ. ഇത് മൊത്തം ആ കാണുന്ന തുരുതുരാ കാണുന്ന മൊത്തം ആൾക്കാരാണ്. ഫുള്ള് നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. പോലീസൊക്കെ നല്ല ശാന്തമായി തുടങ്ങിയിട്ടുണ്ട്. പോലീസൊക്കെ ഇപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല. ഏകദേശം മന്നത്തിനടുത്താണ്, വലിയ റിസ്ക് ഒന്നുമില്ല. ഇവിടം വരെ എത്താൻ കഴിഞ്ഞു. ഇനി എന്തായാലും ചാൻസ് ഉണ്ട്, കാണുന്നുണ്ട്. മിക്കവാറും ഇപ്പോൾ വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. പോലീസ് വലിയ റിസ്ക് ഒന്നും കാണിക്കുന്നില്ല, അടിച്ചോടിക്കുന്നൊന്നുമില്ല. ചാൻസ് ഉണ്ട്. ഫൈനലി 2 ദിവസത്തെ കാത്തിരിപ്പാ. മക്കളെ ഓടി ഇവിടം വരെ എത്തി. പക്ഷേ പോലീസ് പട്ടാളം തിരിച്ചോടിക്കുന്നു. പോലീസൊക്കെ മാറി പട്ടാളമായി ഇപ്പോൾ. 2ാമത്തെ ദിവസമാണ് മക്കളെ. 2ാമത്തെ ദിവസം കഴിയാനായി. അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസമായി. 11:30 രാത്രി 11:30 ഷാറുഖ് ഖാൻ വന്നിട്ടില്ല. അപ്പോൾ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും വരലുണ്ടാവില്ല. ഒരു ഇവൻ്റ് ഇപ്പോൾ കഴിഞ്ഞു. ആ ഇവൻ്റ് കഴിഞ്ഞ് ആ ഇവൻ്റോടുകൂടി ക്ലോസ് ചെയ്തു. ഫാൻസിന് ഇനി ഇതൊന്നും ഉണ്ടാവില്ല, ദർശനവും പരിപാടിയൊന്നും ഉണ്ടാവില്ല, ഇനിയൊന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് അറിയുന്നത്. മന്നത്ത് ഇതാ ബാക്കിൽ കണ്ടില്ലേ, ആ കാണുന്നതാണ് മന്നത്ത്. ആ അവിടെ ഉണ്ടോ, ഈ കാണുന്നതാണ് മന്നത്ത്. പേരുള്ള അള്ളാഹ്ക്കറിയാം. കുറച്ച് നേരം കൂടെ നിന്ന് നോക്കാം. എന്തായാലും ഇതിനായിട്ട് ഇറക്കി പുറപ്പെട്ടില്ലേ, നിൽക്കുക തന്നെ. കുറച്ച് നേരം കൂടി നിന്നിട്ട് നോക്കുക. അല്ലെങ്കിൽ പോയിട്ട് എന്തെങ്കിലും തിന്നിട്ട് കടന്നിറങ്ങി നാളെ രാവിലെ വണ്ടി കയറി ഡൽഹിക്ക് വിടാൻ നോക്കട്ടെ. ഓ എൻ്റെ മക്കളെ, വയ്യ മടുത്ത്. സമയം 12:30 മണിയായി. 3ാമത്തെ ദിവസമായി. ഇനി നിൽക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ 2-3 ഇവൻറ്റ് ഷാറുഖ് ഖാൻ്റെ SRK ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് നടന്നിരുന്നു ഇവിടെ അടുത്ത് മാന്ത്രയിൽ തന്നെ. അതിൽ ടിക്കറ്റ് പാസ്സൊക്കെ വേണമായിരുന്നു, അല്ലാണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതിന് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് പോയി വന്ന 2-3 ടീമിനെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഓരത്തെ നമ്മൾ ചോദിച്ചു ഇനി ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഓരെന്നെ പറഞ്ഞു ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഏകദേശം 12:30 ആയ സ്ഥിതിക്ക് പോകാനുള്ള പരിപാടിയാണ്. കാരണം എന്തായാലും ഉണ്ടാവില്ല, അവിടെ ആളൊന്നും കാണുന്നില്ല. പോലീസുകാരൊക്കെ ഏകദേശം പോയി, ആ ഒരവസ്ഥയാണ്. മിക്കവാറും വരലുണ്ടാവില്ല. അപ്പോൾ 2024 ഷാറുഖ് ഖാൻ മന്നത്തിലൊന്ന് കൈ കാണിച്ചില്ല ഗൈസ്. ആയിക്കോട്ടെ വച്ചാലും വലിച്ച കഞ്ചടിക്ക് ഉറക്കമൊന്നുമില്ല. വലിച്ച കഞ്ചടിക്ക് മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവിൻ്റെ മേലത്തെ പല പടങ്ങളും ഷൂട്ട് ചെയ്ത ഏരിയയാണ്. Hadi bakalım.